സ്ത്രീപക്ഷം എന്ന് പറയുന്നത് ഒരു യുദ്ധം ചെയ്യലല്ല, യുദ്ധം ചെയ്യലല്ല. എനിക്ക് പറയാനുള്ളതിനുള്ള സ്വാതന്ത്ര്യം ഞാൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എനിക്ക് സ്ത്രീപക്ഷം. അല്ലാതെ പുരുഷനോടും ചുറ്റുപാടിനോടും എപ്പോഴും രാവിലെ എഴുന്നേറ്റ് ഉറങ്ങുന്ന വരെ പൊരുതിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ല എൻ്റെ സ്ത്രീപക്ഷം. അങ്ങനെ പൊരുതേണ്ട കാര്യമില്ലല്ലോ. ഇതെനിക്ക് പറയാൻ പറ്റുന്നതാണല്ലോ, ഇതെനിക്ക് പറയാമല്ലോ, പറയുന്ന സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ആ സ്വാതന്ത്ര്യത്തിനുള്ള ഇടം ഞാൻ ഒരുക്കിയിട്ടുണ്ടല്ലോ ഉള്ളതാണ് എൻ്റെ സ്ത്രീപക്ഷം. ഒരു കോൺവെർസേഷനിൽ പറഞ്ഞു കേട്ടു, അടുത്ത ജന്മത്തിൽ സ്ത്രീയായിട്ട് തന്നെ ജനിക്കാനാണോ ഇഷ്ടം എന്നെന്തോ ചോദിച്ചപ്പോൾ എനിക്ക് സ്ത്രീയായിട്ട് തന്നെ ജനിച്ചാൽ മതി. ഇപ്പോഴും അങ്ങനെ തന്നെ ഇല്ലേ? പിന്നെ കുറച്ചും കൂടെ ചുറ്റുപാടിനെ അറിയാനുള്ള സെൻസിറ്റിവിറ്റി സ്ത്രീക്ക് കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇതൊന്നും പൊതുവായിട്ട് പറയുന്നതല്ല. ഞാനൊരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എനിക്ക് എന്നെക്കുറിച്ച് അയ്യോ ഞാനൊരു പുരുഷനായിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. പുരുഷൻ്റെ അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്, ഇല്ലേ? സ്ത്രീയുടെ പോലെ തന്നെയുണ്ട്, അവർക്കും അവരുടേതായ. നമ്മൾ സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീപക്ഷത്തു നിന്ന് സംസാരിക്കുന്നു. പുരുഷൻ്റെ പക്ഷം. സ്ത്രീ കുഴപ്പമില്ല, കൊള്ളാം, നല്ല സാരി ഉടുക്കാം, പുരുഷനും ഉടുക്കുന്നില്ലേ? ഇപ്പം ഞാൻ ഈയിടെ ഒരു ഫെസ്റ്റിവലിന് പോയപ്പോൾ എന്നെ വിളിക്കാൻ വന്ന പയ്യൻ മൂക്കുത്തി ഇട്ടിരുന്നു. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അതിനെന്താ? അത് ഈ സ്ത്രീ ജീവിതത്തിൽ എന്തൊക്കെ ജെൻഡർ ഫ്ലൂയിഡിറ്റി ഉണ്ടല്ലോ, ഇപ്പം അങ്ങനെ ആയല്ലോ എല്ലാ കാര്യം. സ്ത്രീയുടെ ജീവിതത്തിന് പ്രശ്നങ്ങളുണ്ട് ഉണ്ടെന്ന് പറയുമ്പോഴും ഒരു സ്ത്രീ, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഒരു സ്ത്രീയും അടുത്ത ജന്മത്തിൽ പുരുഷനായി ജനിക്കണം. അങ്ങനെ അതെ, അതൊരു കഷ്ടമാണ്. എന്നാലും ആരും പറയുന്നില്ല എന്നുള്ളതൊരു കഷ്ടമാണ്. പക്ഷെ സ്ത്രീക്ക് എപ്പോഴും ഒരുപാട് ടാസ്കുകളാണ്, അത് പറയാതെ ഒന്നും ഇരിക്കാൻ പറ്റില്ല. എന്നാലും സ്ത്രീ ജീവിതം കൊള്ളാം. വലിയ ആഘോഷിക്കാനൊന്നും പറ്റില്ലായിരിക്കും, പക്ഷേ കൊള്ളാം. ഒരു ചെറിയ പഴുതിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട് ജീവിതങ്ങൾ. ഇനി കൂടുതൽ ആഘോഷിക്കും തോന്നുന്നു, കാലം അങ്ങനെ മാറുന്നുണ്ട്. നമ്മളിടയ്ക്ക് പറയാറുണ്ട്, നമുക്കൊരു ഫെമിനിസ്റ്റ് ചിന്താഗതി വന്നു പോയാൽ നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഡാൻസ് ഫോമും ചെയ്യുമ്പോൾ ചില പ്രശ്നങ്ങൾ തോന്നും. കാരണം നമ്മുടെ അതാണ് കഥാപാത്രങ്ങളെ അത് തന്നെയാണ് ഞാൻ നേരത്തെ ചോദിച്ചേണ്ടതായിട്ട് പറഞ്ഞത്. ക്ഷേത്രീയ പദം എടുത്താലും അന്നമാചാര്യ കോമ്പോസിഷൻ എടുത്താലും അതിൽ ഞാനൊരു സ്ത്രീപക്ഷത്തിനെ കൃത്യമായി ഞാൻ അവിടെ എടുത്തിരിക്കും. ഇന്റർപ്രിട്ടേഷൻസ് ആണ്. ട്രഡീഷണൽ പദങ്ങളിൽ ട്രഡീഷണൽ പദങ്ങളിൽ അതെന്തിന് നമ്മൾ പഠിക്കണം? ഇപ്പം ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പം എന്താ പദം തുടങ്ങുന്നത് ഞാൻ വിട്ടുപോയി. ജാവളിയിൽ ഒരു സ്ത്രീയെ സംബോധന ചെയ്യുന്നത് എന്താണ്? ബാജാരി എന്നാണ്. ആ വാക്ക് നമ്മളിപ്പോൾ ഉപയോഗിക്കില്ല. തെരുവിൽ നടക്കുന്ന സ്ത്രീ, അതായത് എങ്ങനെയോ ജീവിക്കുന്ന സ്ത്രീ എന്നുള്ളതാണ്. അത് നമ്മൾ പഠിക്കണം, ആസ് എ സ്റ്റുഡൻറ്റ് പഠിക്കണം. കാരണം ഒരു പുരുഷൻ താഴ്ന്ന് കാണുക, അതായത് ഇകഴ്ത്തി കാണുന്ന ഒരു സ്ത്രീയെ ഒരു പുരുഷൻ എങ്ങനെ നോക്കുന്ന ആ പുരുഷനായിട്ട് തന്നെ കാണിക്കുമ്പോഴേ അതിൻ്റെ വൃത്തികേട് മനസ്സിലാവും. അത് പുരുഷൻ കാണുന്നില്ലല്ലോ, പുരുഷൻ എങ്ങനെയാണ് സ്ത്രീയെ വിളിച്ചതെന്ന് കാണുന്നില്ലല്ലോ. അത് കാണിച്ചു കൊടുക്കാനൊരു നർത്തകിക്ക് പറ്റും. സിനിമയിലെ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് പോലെയാണ്. നെഗറ്റീവ് ക്യാരക്ടേഴ്സ് എന്തിനുണ്ടാകുന്നു? അത്ര മോശമാണെന്ന് അറിയിക്കാനാണ്. അതുപോലെ ഒരു സ്ത്രീയെ നോക്കി നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങളിങ്ങനെ നിമിഷം തോറും ഇങ്ങനെ സാരി താഴെ ഇടുന്നതല്ലേ? സാരി താഴെ ഇടുന്ന ആരെ കാണിക്കാനാ? സ്ത്രീയെ കാണിക്കാനാണോ? അല്ലല്ലോ. അപ്പം ആ ചോദിക്കുന്ന ചോദ്യം ഒരു ജെൻഡറിനെയാണ് റെപ്രസെൻറ്റ്. ഇതിപ്പോൾ സ്ത്രീയും ചോദിക്കും. ഇറ്റ്സ് ബിയോണ്ട് ജെൻഡർ അറ്റ് ടൈംസ്. സ്ത്രീയെ വിളിക്കാറില്ലേ ഈ പേര്? തീർച്ചയായിട്ടും വിളിക്കാറ്. ഈ സമൂഹത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ നേരെ പുരുഷന്മാരെല്ലാം വളങ്ങി നിൽക്കുകയും സ്ത്രീകളൊക്കെ സ്നേഹിക്കുകയാണോ ചെയ്യുന്നത്? കൂടുതലും സ്ത്രീകളാണ്. കൂടുതലും സ്ത്രീകൾ. അപ്പോൾ ഇത് ജെൻഡറിനെയൊക്കെ അങ്ങ് മറികടക്കും. ഈ വിളിയും കാണുന്ന രീതി. ഒരാളെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ അവരെ കുറിച്ച്
കണ്ട് ബഹുമാനിക്കുകയോ പുഴുത്തുവാണോ? അല്ല, നമ്മളിൽ ആ ഒരു ആൾക്കാരെ കാണുമ്പോൾ ചിലർ നോക്കുന്നത് കണ്ടിട്ടില്ലേ? അത് പുരുഷൻ മാത്രമാണോ? സന്തോഷത്തോടെ നോക്കാം. ഒരാളെ നമ്മൾ കണ്ടു, ഒന്നും നമുക്ക് നോക്കാം. പക്ഷെ ഇങ്ങനെ നോക്കിയാലോ, അത് വളരെ ജഡ്ജ്മെൻറ്റലല്ലേ? അങ്ങനെ നോക്കുന്ന പുരുഷനും സ്ത്രീയും എത്രമാത്രം നികൃഷ്ടമായ ബിംബങ്ങളാണെന്ന് കാണിച്ചു കൊടുക്കാനും നമുക്ക് ചിലത് ചെയ്യേണ്ടി വരും. അത് അതേ കോമ്പോസിഷൻസ് വെച്ച് തന്നെ ചെയ്യാം. അവരെന്തിനാണോ എഴുതിയത് ആ പർപ്പസിനെ തന്നെ നെഗേറ്റ് ചെയ്യാം. അതേ കോമ്പോസിഷൻസ്, അതിന് പുറത്തുനിന്ന് ഒരു കോമ്പോസിഷൻ വേണ്ട. മാമിന് ആക്സെപ്റ്റൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് മാമിൻ്റെ വർക്ക്? എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് നമുക്കൊരു വർക്കും ചെയ്യാൻ പറ്റില്ല. ഇതിനെക്കുറിച്ച് പലതിനെ എടുക്കാൻ, അതായത് മനസ്സിൽ ഒരു പ്രിജുഡിസ് ഇല്ലാതെ എടുക്കുന്ന ആൾക്കാർക്ക് ഇതിനെ കാണാൻ പറ്റണേ, ചെയ്യണത് കാണാൻ പറ്റണേ. എല്ലാം കാണണമെന്നില്ല. ഒരു ചെറിയ കൈ ഞാൻ എടുത്താൽ ആ കൈയിനെ മനസ്സിലാക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവണേ എന്ന് ആഗ്രഹിക്കും. അല്ല, എല്ലാവർക്കും പറ്റില്ല. ഇതിനു മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ. സീതയുടെ ഒരു ഇത് ഭവയാമി ചെയ്യുന്ന സമയത്താണ് ഡൽഹിയിൽ വെച്ച്. അപ്പോൾ മാരീജൻ്റെ പുറകെ പോയി ശ്രീരാമൻ എന്ന് കാണിച്ചു. അപ്പോൾ സീത ഇങ്ങനെ ലക്ഷ്മണരേഖയ്ക്ക് ഇപ്പുറത്താണ് നടക്കുന്നത്. പക്ഷെ സീത പെട്ടെന്ന് വിചാരിക്കുകയാണ്, എൻ്റെ മനസ്സാകുന്ന മാനിനെ എനിക്ക് നിരോധിക്കാൻ പറ്റിയില്ലല്ലോ. അപ്പം സീത പറഞ്ഞതൊരു ഫിലോസഫിയാണ്. അത് ആ സദസ്സിലുള്ള ഒറ്റ ഒരാളെ അത് കണ്ടുള്ളൂ, ലീല ഓംചേരി. അവർ എഴുന്നേറ്റ് നിന്നത് കൈയടിച്ചു. പക്ഷെ അവർ മാത്രമേ കണ്ടുള്ളൂ. ആ കാഴ്ച എങ്ങനെ വരുന്നു എന്ന് വെച്ചാൽ കാഴ്ചയുടെ ശീലമാണ്. ഇൻ്റർപ്രിട്ടേഷൻസ് കണ്ട് ശീലിച്ചവർക്ക് ഇൻ്റർപ്രിട്ടേഷൻ മനസ്സിലാവും, അല്ലേ? അപ്പം ഞാൻ വിചാരിക്കുകയാണ് ആ ഓഡിയൻസിന് മുഴുവൻ അത് മനസ്സിലാവണം. പറഞ്ഞിട്ട് കാര്യമില്ല. ഈ നിരോധം, മാൻ എന്നൊക്കെയുള്ളത് ശൈവ കോൺസെപ്റ്റ്സാണ്. ആ ശൈവ കോൺസെപ്റ്റിനെ അല്ലെങ്കിൽ ആ ഫിലോസഫിയെ അറിയുന്നവർക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ ഞാൻ ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലാവണമെന്ന് വിചാരിച്ചാൽ അത് എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു മണ്ടത്തരമാണ്. ഈ പറഞ്ഞ സീക്വൻസ് ഒന്ന് കാണിക്കാൻ പറ്റുമോ? അഭിനയിച്ച് അതിന് പൊസിഷൻസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. അതായത് ഇങ്ങനെ ഒരു ലക്ഷ്മണൻ വരച്ചിട്ട് പോയൊരു രേഖയ്ക്കകത്ത് നിന്ന് സീത ഇങ്ങനെ ശ്രീരാമനെ കാണുന്നില്ലല്ലോ, പോയതല്ലേ, ഞാൻ തന്നെയാണല്ലോ വിട്ടത്, ഞാൻ തന്നെയാണ് ആ മാനിനെ കണ്ട് കൊതിച്ചത്. മാൻ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഒരു ചാബല്യം, അതിനെ എനിക്ക് തടയാൻ എനിക്ക് പറ്റിയില്ലല്ലോ എന്നുള്ള അത് അത്രയാണ് ചെയ്തത്. അതിന് മുമ്പും പിൻപും വേറെ കുറേ ഉണ്ട്. അതും കൂടെ വരുമ്പോഴാണ് ഇതിന് സാങ്കത്യം. പക്ഷെ ആ ചെറിയൊരു സാധനം, മാൻ അല്ലെങ്കിൽ നിരോധം എന്ന് പറയുന്നതിനെ അതറിയുന്ന ഒരാൾക്ക് മാത്രമാണ് മനസ്സിലായെന്നാണ് ഞാൻ. അങ്ങനത്തെ ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടെ വായനയിലൂടെയും ഒക്കെയാണ് വരുന്നത്. നമുക്ക് നേരത്തെ പറഞ്ഞില്ലേ, ഒരു കല നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ there should be something new added to it over the period. പക്ഷെ ഇപ്പൊ ഇന്റർപ്രിട്ടേഷൻസിന്റെ കാര്യം പറയുമ്പോൾ there are a lot of dances. എന്താ പറയുക, പഴയ കാലങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ there are a lot more dancers. അപ്പോൾ അവരുടെ ഓരോരുത്തരുടെ ഒരുപാട് ഇന്റർപ്രിട്ടേഷൻസ് വരുമ്പോൾ how far does it go? ഇത്ര പോകാവുള്ളൂ എന്നൊരു നിയമമില്ല. പക്ഷെ അഗൈൻ ഈ ഫോമിൻ്റേതായ അതാണ് ഘടന എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോമിനൊരു സ്വഭാവമുണ്ട്. ആ സ്വഭാവമാണ് ശരിക്കും സ്വാതന്ത്ര്യം തരുന്നത്. പക്ഷെ ഫോം അറിഞ്ഞാലേ ഫോം സ്വാതന്ത്ര്യം തരുള്ളൂ. ഫോമിനകത്ത് നിന്ന് പറയുമ്പോഴേ അത് ആ ഫോം ആകുള്ളൂ. അപ്പോൾ ഫോം എന്ന് പറയുന്നത് അതിനൊരു ഇലാസ്റ്റിസിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇലാസ്റ്റിസിറ്റിക്കും ഒരു പരിധിയുണ്ട് എന്നല്ലേ. അത് നമുക്ക് പറയാൻ പറ്റില്ല. ഇത്ര ദൂരം പോയാൽ പൊട്ടിപ്പോവും എന്ന് പറയാൻ പറ്റില്ല. പൊട്ടുമ്പോൾ പൊട്ടിയതായിട്ട് കാണും. അങ്ങനെ മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പം ഇപ്പോൾ മേ ബി 10, 20, 30, 40 years down the line
അപ്പോൾ ഇപ്പോൾ സോഷ്യലി കൺവെൻഷനലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു ഫോം അത് will it become unrecognizable down the line? മാറ്റങ്ങൾ അതാണ്. ഇപ്പം ഞാൻ റിവ്യൂ എഴുതുന്ന ചിലരോട് സംസാരിക്കാറുണ്ട്. നിങ്ങളിപ്പോൾ കഴിഞ്ഞ 10 വർഷം കണ്ട ഭരതനാട്യമല്ല ഞാൻ ആദ്യകാലങ്ങളിൽ കണ്ടിട്ടുള്ള ഭരതനാട്യം. പക്ഷേ അതിലൊരു രസകരമായ കാര്യം ഇപ്പം അത് തിരിച്ചു വരുന്നു. ഇങ്ങനെ പോയേ പറ്റുള്ളൂ. മാറ്റം എന്ന് പറയുന്ന ആദ്യകാലത്തെ ഭരതനാട്യം എന്ന് പറയുന്നത് ആരെയും ഇമ്പ്രസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഓപ്പണായിട്ട് പറഞ്ഞു, അത് ആരെയും ഞാൻ ഈ സ്റ്റേജിൽ ഒരു കാര്യം ഞാനിപ്പോൾ ചെയ്ത് പ്രൂവ് ചെയ്യും എന്നുള്ളൊരു ഭാവത്തോടെയല്ല ഭരതനാട്യം അരങ്ങേറിയിരുന്നത്. പറയാനുള്ളതിനെ ഒരു തരത്തിൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ മുഖാഭിനയം വളരെ കോൺസെപ്ച്വലൈസേഷൻ അതൊക്കെ വളരെ സ്ട്രോങ് ആയിരുന്നു. അടവ് ചെയ്യുമ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന അതാണ് പറഞ്ഞ ഈ റിഫൈൻമെൻറ്റ് എന്ന് പറഞ്ഞത്. ഇപ്പം നമ്മൾ പഴയ കാണുന്ന വീഡിയോസിലൊന്നും ഇന്ന് കാണുന്ന സൂപ്പർ റിഫൈൻമെൻ്റ് ഇല്ല. ബാലസെക്സ് അതിലൊന്നും അതില്ല. അത് ഒരുപക്ഷെ അവരുടെ കൈ അങ്ങനെ നിലനിൽക്കാത്ത ഒരു പ്രായത്തിലെടുക്കപ്പെട്ടതുകൊണ്ടും കൂടെ ആയിരിക്കും. അങ്ങനെയും കൂടെ ഉണ്ട് ഒരു കാര്യം. പിന്നെ റിഫൈൻമെൻ്റ് എന്ന് പറയുന്ന വേറൊന്നായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. ഒരു സാത്വിക തലത്തിലേക്ക് മനുഷ്യനെ ഉയർത്തുന്നതായിരുന്നു അന്ന് റിഫൈൻമെൻറ്റ്. തത്തേതാകയുടെ പെർഫെക്ഷൻ ആയിരുന്നില്ല. റിഫൈൻമെൻറ്റ് രണ്ടായി മാറി. നമ്മൾ പെർഫെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കൈയിൻ്റെയും കാലിൻ്റെയും ആംഗുലർ പൊസിഷൻസ് സിമെട്രിയാണ് നമുക്കിന്ന് പെർഫെക്ഷൻ. ആർട്ടിൽ ആ കാലത്തെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സബ്ലൈം ലെവലായിരുന്നു. സംതിങ് കണക്ട് ചെയ്യുന്ന പറയാനാകാത്ത ഒരു കണക്ഷനില്ലേ, മനുഷ്യനെ ഒരു സ്വാസ്ഥ്യത്തിലേക്ക് വലിച്ചടുപ്പിക്കുന്ന ഒന്ന്. അതായിരുന്നു അന്നത്തെ പെർഫെക്ഷൻ. ഒരു ഇങ്ങനെ നമ്മളെ സ്വസ്ഥതയിലേക്ക് ഇങ്ങനെ പിടിച്ചു വയ്ക്കുന്നു. അതിന് വ്യത്യാസം വന്നു. അത് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഫോം എന്ന് പറയുന്ന ഒരു സാധനത്തിനെ നമ്മൾ ഒന്നിനെ എങ്ങനെയൊക്കെ പറയുന്നു എന്ന് പറഞ്ഞാലും ആ ഭാഷ ഉപയോഗിച്ചാണ് പറയുന്നതെങ്കിൽ അത് ഭാഷയ്ക്ക് പുറത്തു പോകുന്നില്ല. എന്ത് പറഞ്ഞാലും കാലമാണ് തെളിയിക്കുക ആ പറഞ്ഞതിൻ്റെ ശരി തെറ്റെന്ന് പറയുന്നത് അഗൈൻ ആപേക്ഷികമാണ് വളരെ. ഫോം നിലനിൽക്കുക തന്നെ ചെയ്യും. അല്ലെ ഫോമിലേക്ക് നമ്മൾ തിരിച്ചു വരും. അതെവിടെ പോയാലും കറങ്ങി തിരിച്ചു വരും. മുഖത്തിന് പ്രാധാന്യം ഈ അടുത്ത കാലത്ത് പോലും വന്നു തുടങ്ങിയത് അതുകൊണ്ടാണ്. ഞാനതിന് എൻ്റെയൊക്കെ ഒരു ആക്സെപ്റ്റൻസ് അതിൽ അങ്ങനെ വന്നതാണെന്ന് ഞാൻ പറയും. ഞാൻ പഠിച്ചിരിക്കുന്ന അങ്ങനെയാണ്. കർണാടക സംഗീതം പഠിക്കുമ്പോൾ അതിൽ സംഗതി ഇല്ലാതെ ഒരു കർണാടക സംഗീതമുണ്ടോ? സംഗതി എന്ന് പറഞ്ഞാൽ ദുരിതകാലത്തിൽ ഇത് മാത്രമല്ല സംഗതി, ഒരു സ്വസ്ഥതയുണ്ട്. ഇതിൽ ഗമകാസുണ്ട്, വളരെ ബ്യൂട്ടിഫുൾ ഗമകാസുണ്ട്. ആ ഗമകാസ് കേൾക്കാനുള്ള സ്വസ്ഥത എവിടെ പോയി? ഭയങ്കര ഡെക്കറേറ്റീവായിട്ടുള്ള മ്യൂസിക് മാത്രമേ ആൾക്കാരുടെ ചെവി പതിക്കുള്ളൂ. അല്ല, സ്വസ്ഥമായിട്ട് കാണാൻ പറ്റുന്നു, സ്വസ്ഥമായിട്ട് കേൾക്കാൻ പറ്റുന്നു എന്ന് പറയുന്ന കാലത്തിലേക്ക് നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ ഇതെവിടെ പോയി? പിന്നെ പറയുമല്ലോ ആൾക്കാർ. ഇപ്പോൾ ശകുന്തള ഇവിടുന്ന് അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞാൽ എത്ര ദൂരം പോയി എന്ന് പറയും. ഇത് അവിടെ ആ പറഞ്ഞിരിക്കുന്നിടത്തല്ല അവർ നിൽക്കുന്നത്, ഇപ്പോൾ പുറത്താണ് നിൽക്കുന്നതെന്ന് പറയില്ലേ? ഇതിഹാസത്തിൽ പറഞ്ഞ ശകുന്തളയുടെ ആംബിയൻസിലല്ല അവർ നിൽക്കുന്നത്, ഇവർ അപ്പുറത്തെ കെട്ടിടത്തിലാണ് നിൽക്കുന്നതെന്ന് ആൾക്കാർ പറയും. പറയുമ്പോൾ തന്നെ അത് ക്രിറ്റിസിസ് ആയില്ലേ? അപ്പോൾ ഇത് കാണുന്നവർക്ക് തീരുമാനിക്കുക അവർ പുറത്താണോ അകത്താണോ. ആ കാഴ്ച നമുക്ക് തരും.